നമസ്കാരം. മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം മൂലം ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വ്യാഴം മേടം രാശിയുടെ 3ാമത്തെ രാശിയിലാണ് നിൽക്കുന്നത്. എന്നാൽ 9ാം രാശിയുടെയും 12ാം രാശിയുടെയും അധിപനാണ് വ്യാഴം. വ്യാഴം 3ാം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും വന്നു പോകാറുണ്ട്. എന്നാൽ ഇത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഗുണഫലം ജീവിതത്തിൽ വരുവാൻ വേണ്ടി നമ്മുടെ ജാതകത്തിൻ്റെ ഇപ്പോഴത്തെ ദശ അപഹാരം വ്യക്തമായി മനസ്സിലാക്കുകയും അതിൽ ഏത് ദശയാണ്, ഏത് അപഹാരമാണ്, നമുക്കതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്ത് മുന്നോട്ട് പോവുക. തുടർന്ന് വ്യാഴഗ്രഹം നമ്മുടെ ജാതകത്തിൽ ഏത് രാശിയിലാണ് നിൽക്കുന്നത്, നമുക്ക് ഗുണം ചെയ്യുമോ, നമുക്കത് പോസിറ്റീവാണോ നെഗറ്റീവാണോ, ഇതെല്ലാം മനസ്സിലാക്കി അതിൻ്റേതായ പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പറയുന്ന ഗുണഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി വരികയും ദോഷഫലങ്ങൾ ഇല്ലാതാകുകയും ചെയ്യുന്നത്. അപ്പോൾ പല വീഡിയോകളും നിങ്ങൾ കാണും, അതിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുന്നു എന്ന് പലരും കമൻറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായാണ് പറയുന്നത്. ഒരു രാശിയെക്കുറിച്ച് പറയാൻ 1 മണിക്കൂറിൽ കൂടുതൽ സമയം വേണ്ടി വരും. എല്ലാവരും അതിൻ്റെ മെയിനായിട്ടുള്ള പോയിന്റുകൾ എടുത്ത് ചെറുതായി പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതലും ദോഷഫലങ്ങൾ അറിയുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം ഗുണഫലങ്ങൾ വരുമ്പോൾ സന്തോഷം ആരും ഓർത്തിരിക്കാറില്ല. എന്നാലൊരു ദുഃഖം വരികയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവായി ബാധിക്കുകയും ജീവിതത്തിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ മേടം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫലമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ജാതകം പരിശോധിച്ചിട്ട് ഉള്ള മറുപടിയും നൽകുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം മൂലം നിങ്ങൾക്ക് അനാവശ്യ വാക്തർക്കങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കാരണം നിങ്ങളുടെ എടുത്തുചാടിയുള്ള സംസാരം, ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ ആവശ്യമില്ലാതെ ഇടപെടാൻ പോവുകയും അതിൻ്റെ പേരിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവാനും സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും. എതിരെ നിൽക്കുന്ന ആൾ എന്താഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത് എന്നും മനസ്സിലാക്കിയിട്ട് കുടുംബത്തിനുള്ളിലും ഓഫീസിനുള്ളിലും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്താൽ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കർമ്മരംഗത്തെ സ്ഥാനചലനവും ഉദ്യോഗസ്ഥൻ്റെ ഒരു ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വരുവാൻ സാധ്യതയുണ്ട്. വളരെ ബുദ്ധിപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്താൽ ഈ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. ക്രമേണ കാര്യങ്ങൾ നല്ലതായി വരുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു വേഴമാറ്റം കഴിഞ്ഞൊരു 6 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു മാറ്റം ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. തുടർന്ന് ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധ പുലർത്തുക. ത്വക്ക് സംബന്ധമായ അസുഖങ്ങളോ അലർജി, ആസ്മ എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ കാരണം ചെറിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു രാശിയാണ് മേടം രാശി. എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ആലോചിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഈയൊരു ആലോചിച്ച് നിങ്ങളുടെ മനസ്സിനെ അനാവശ്യമായി ടെൻഷൻ അടിക്കുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട്. അതെല്ലാം ഒഴിവാക്കി നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ മുൻ പരിചയമുള്ള വ്യക്തികളെടുത്തോ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന ആൾക്കാരെടുത്തോ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ അലസത കൂടുതലായി വരുന്ന സമയമാണ്, കൂടിക്കൂടി വരും. മടി, അലസത ഇത് കൂടുതലായി വരികയും ഇത് നിങ്ങളുടെ ജോലിയെ മാറുന്ന കാര്യങ്ങൾ, അതായത് ജോലി ഒരു പുരോഗതിയിലോട്ട് എത്തുന്ന ആ ഒരു അവസ്ഥയിൽ തടസ്സമായി വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. തൽഫലമായി ജോലി, ജീവിതം, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു വരുന്നൊരവസ്ഥ ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ അലസത ഉപേക്ഷിച്ച് കഠിനാധ്വാനം ചെയ്ത് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നല്ലൊരു വിജയം കൈവരിക്കുവാൻ സാധിക്കും. മതപരമായ കാര്യങ്ങളിൽ താല്പര്യം കൂടുതലായി കാണിക്കുന്ന ഒരു ടൈമായിരിക്കും ഈ വേഴമാറ്റ സമയത്ത്. അതിൻ്റേതായ കാര്യങ്ങൾ നിങ്ങൾ ഒരു സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുകയും അതിൻ്റെ പേരിൽ യാത്രകൾ ചെയ്യുകയും അത് വിജയത്തിൽ എത്തിച്ചേരുവാനും
സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടാളികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ഇടയിൽ നിങ്ങൾക്കൊരു മികച്ച സ്ഥാനം ഉണ്ടാകുകയും ചെയ്യുന്നൊരു ഇതാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് വിഷയം വന്നാലും അവരുടെ സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം എന്ന് മാത്രം. നിങ്ങളുടെ സഹോദരന്മാർ തമ്മിൽ നല്ല സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോവുകയും ഇത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ബിസിനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പുരോഗതി, അതിൻ്റെ വളർച്ച, ലാഭം ഇതെല്ലാം ഉണ്ടാകുന്നതായിരിക്കും. ജോലി സംബന്ധമായിട്ട് അതുപോലെ തന്നെ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. വരുമാനത്തിൽ കാര്യമായ നേട്ടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ വന്നു ചേരുന്ന സമയം തന്നെയാണ്. സമൂഹത്തിൽ നിങ്ങളോടുള്ള ബഹുമാനം, മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കുകയും നിങ്ങൾ അംഗീകരിക്കുകയും നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളുടെ പിതാവുമായുള്ള ബന്ധം നല്ല സുഖകരമായ, അതെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൽ പിണങ്ങിയിരുന്നവരോ അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാതെ വരുന്ന കുടുംബത്തിലുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ പിതാവുമായി നല്ല സ്നേഹത്തിലാകുകയും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനും സാധിക്കും. കുടുംബജീവിതത്തിൽ നല്ലൊരു സന്തോഷം കൈവരിക്കുകയും സമാധാനമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. പൂജയോ അല്ലെങ്കിൽ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളോ ഉത്സവം പോലുള്ള കാര്യങ്ങൾ അതുമല്ലെങ്കിൽ വീട്ടിലെ ആരുടെയെങ്കിലും കല്യാണം, ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് നമ്മൾ മുന്നിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ നമുക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട്. കൂടുതലും ഞാനിതിൽ ഗുണപരമായ കാര്യങ്ങൾ വന്നു ചേരുന്ന സന്തോഷങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാനാണ് കൂടുതലും പറഞ്ഞു പോയിരിക്കുന്നത് വീഡിയോയിൽ. വളരെ ശ്രദ്ധാപൂർവം വീഡിയോ എല്ലാവരും കാണുക. അതിനുശേഷം അതിനുള്ള പരിഹാരം, അതായത് ഈ ഒരു വ്യാഴമാറ്റ സമയത്ത് ശനി രാശി മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. അതുകൊണ്ടൊപ്പം തന്നെ ഈ വ്യാഴമാറ്റത്തിൻ്റെ സമയത്തും അതിൻ്റേതായ ഫലങ്ങളും വന്നു ചേരും. ഈ ദോഷഫലങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഏറെ ഉത്തമം. ഒരു വിഷ്ണു ഭക്തനാകുക, അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരങ്ങളായ ഏതെങ്കിലും മൂർത്തികളെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് വളരെ ലഘുവായി ഒരു ചിലവുമില്ലാതെ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കുവാൻ പറ്റുന്ന ഒരു സമയം തന്നെ. അതായത് വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. തുടർന്ന് നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, ശ്രീരാമസ്വാമി ക്ഷേത്രം, അങ്ങനെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നിത്യവും ദർശനം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. എല്ലാ ദിവസവും നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും വ്യാഴാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും അല്ലെങ്കിൽ നമുക്ക് ലീവുള്ള നിങ്ങൾ കഴിയുന്ന ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ഷേത്ര ദർശനം, വിഷ്ണു ക്ഷേത്രമോ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നിങ്ങൾക്ക് ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി അർപ്പിക്കാം. അല്ലെങ്കിൽ ഭഗവാന് നമ്മുടെ ആ പക്കന്നാൾ വരുന്ന ദിവസം പാൽപ്പായസ വഴിപാടൊക്കെ നടത്താം. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ പൂർണ്ണമായും മാറുകയും എന്ന ഗുണഫലം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിൽ വരികയും ചെയ്യും. 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ വ്യാഴം രാശി മാറുമ്പോൾ നമ്മുടെ ഇടവം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇടവം രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് 2ാമത്തെ രാശിയിലാണ്. എന്നാൽ 8ാമത്തെയും 11ാമത്തെയും രാശിയുടെ അധിപനാണ് വ്യാഴം. ഈ വ്യാഴം വന്ന് നമ്മളുടെ രാശിയുടെ 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരല്പം ഭാഗ്യം വന്നു ചേരുന്ന സമയം എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭാഗ്യങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുകയും വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ ഏത് ഭാവത്തിലാണ്, ഉച്ചത്തിലാണോ, നീചത്തിലാണോ, സുക്ഷേത്രവാനാണോ, ബലവാനാണോ, ഇതെല്ലാം മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റേതായ പരിഹാരങ്ങളും കൂടി ചെയ്ത് മുന്നോട്ട് പോയാലേ ഈ പറയുന്ന, അതായത് ഇടവം രാശിക്കാർക്ക് പറഞ്ഞു വരുന്ന രാജയോഗം പോലുള്ള ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിക്കുന്നതിനായി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി, അതിന് മറുപടി നൽകാം.
ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇടവം രാശിക്കാർക്ക് ഈ ഒരു വ്യാഴമാറ്റം മൂലം ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന വർഷം തന്നെയാണ്. അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ വന്നു ചേരും. അത് നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് രണ്ടിരട്ടിയായി പുരോഗതിയിലോട്ട് എത്തുന്നു. ഒരു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ ലാഭമുണ്ടാകുന്നു. നിത്യവും ജോലി ചെയ്യുന്ന സാധാരണക്കാരായ വ്യക്തി, അതായത് ഈ ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർമാർ, അതായത് കെട്ടിട പണിക്കാർ, കർഷകർ, ഇങ്ങനെയുള്ളവർക്ക് നിത്യജോലിയാണ്. ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ ആരോഗ്യക്കുറവ്, നിത്യവും ജോലിയില്ലാത്തൊരവസ്ഥ. എന്നാൽ ഈ വ്യാഴമാറ്റം മൂലം ഇടവൻ രാശിയിൽപ്പെട്ട വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുകയും ധനപരമായ നേട്ടമുണ്ടാകുകയും ചെയ്യും. അതിനോടൊപ്പം നിത്യവും എല്ലാ ദിവസവും നിങ്ങൾക്ക് ജോലിക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈശ്വരനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഔദ്യോഗിക കാര്യങ്ങളിൽ മുടക്കമുണ്ടായിക്കൊണ്ടിരുന്നത് ആണ് എന്നുണ്ടെങ്കിൽ അതിനും ഒരു മാറ്റമുണ്ടാകുകയും നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം ഉണ്ടാകാനും എല്ലാം സാധ്യതയുണ്ട്. ദൈവകാര്യങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ സമയം അതിനും ശ്രദ്ധ കൂടുതലായി വരികയും ക്ഷേത്ര ദർശനം നടത്തുകയും പല കാര്യങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലാനും എല്ലാം സാധിക്കുന്ന ഒരു സമയമാണ് വ്യാഴമാറ്റം. വിദേശ യാത്രയ്ക്കുള്ള കാര്യങ്ങൾ പുരോഗതി ഉണ്ടാകും. ഇപ്പോൾ പല വ്യക്തികളും നമുക്കറിയാവുന്നതാണ്, ഈ പുറത്തുപോയി പഠിക്കുവാനും അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ടെസ്റ്റുകൾ എഴുതുകയും അതിൽ പരാജയപ്പെട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റം മൂലം ഇപ്പോൾ വിജയിക്കുവാനുള്ള സമയമാണ്. ആത്മാർത്ഥമായിട്ടും മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാമുകൾ എഴുതുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനൊരു മാറ്റമുണ്ടാകും. നേരത്തെ കിട്ടാതിരുന്ന കാര്യങ്ങൾ വിജയത്തിലോട്ട് എത്തിച്ചേരുകയും വിദേശ യാത്രയ്ക്കുള്ള സാധ്യത ഉണ്ടാകുകയും എല്ലാത്തിനും, അതായത് ധനപരമായ നേട്ടം എല്ലാം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ഏത് മേഖല, അത് വിദ്യാർത്ഥികളായ വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായി ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. വിവാഹം അന്വേഷിച്ചു നടന്ന വ്യക്തികൾക്ക് വിവാഹ ആലോചന വരിക, അല്ലെങ്കിൽ ഒരു ജാതക കൈമാറ്റം, എൻഗേജ്മെൻ്റ് എല്ലാം ആയിരിക്കുന്ന ഒരവസ്ഥ ഈ ഒരു വ്യാഴമാറ്റക്കാലത്ത് നിന്ന് സംഭവിക്കുന്നു. വിവാഹം വരെ നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. പുതിയ ഗ്രഹമോ വാഹനമോ വസ്തുവോ വാങ്ങുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനും നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ്. പരീക്ഷയിൽ അപ്രതീക്ഷിതമായ വിജയം. നേരത്തെ ഞാൻ പറഞ്ഞു, വിദേശത്ത് പോകാൻ പരീക്ഷ എഴുതുന്നവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതുക. വിജയം ഇതുവരെ കൈവരിക്കാതെ വിഷമിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും വിജയമുണ്ടാകും. അല്ലാതെ മറ്റ് PSC എക്സാമുകൾ, ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂകൾ ഇതെല്ലാം എഴുതുന്ന വ്യക്തികൾ ശ്രദ്ധാപൂർവം എഴുതുക. നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറം നല്ലൊരു വിജയം നിങ്ങൾക്ക് തേടി വരുവാനിരിക്കുകയാണ്. മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, ഏറെ നല്ലത് തന്നെയായിരിക്കും. സർക്കാർ സഹായം, കർമ്മഗുണം, സന്താന ഗുണം, കൂടാതെ പ്രണയിക്കുന്നവർക്കും ഗുണപരമായ കാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ ഈ സമയം നിങ്ങളെ തേടി വരികയാണ്. നിങ്ങളുടെ സംസാരം തൃപ്തികരമായിരിക്കും. നേരത്തെ അല്പം കൂടുതൽ സംസാരം, എടുത്തുചാടിയുള്ള മറുപടി, അല്ലെങ്കിൽ ദേഷ്യം വരുന്നത്, ഇതെല്ലാം ഒന്ന് കുറയ്ക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയായിരിക്കും ഈ ഒരു സമയം. നിങ്ങൾ പറയുന്നത് ആൾക്കാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളൊരു പ്രസംഗം അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂ നടത്തുന്നു, അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അധ്യാപകനാണ് അല്ലെങ്കിൽ ഒരു അധ്യാപികയാണ്, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ മറ്റ് സ്റ്റാഫുകളോട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം അത് മനസ്സിലാക്കുകയും നിങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ നിങ്ങളുടെ ഉപദേശം തേടി നിങ്ങളുടെ അരികിലേക്ക് വരും. ഞാനത് എന്ത് ചെയ്യണം എന്ന് നമ്മളോട് തന്നെ വന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു അംഗീകാരം, ബഹുമാനം, നമ്മുടെ വീട്ടുകാരുടെ മുന്നിൽ തന്നെ നിങ്ങളിപ്പോൾ ഒരു വിദ്യാർത്ഥിയാണെന്ന് വെച്ചോളൂ, നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. എന്നാൽ നമ്മുടെ അച്ഛനമ്മയും നമ്മളോട് ചോദിക്കും, മകനെ അല്ലെങ്കിൽ മകളെ ഇതെന്താണ്, ഇതെങ്ങനെയാണ് എന്ന് നമ്മുടെ അടുത്തൊന്ന് സംശയം ചോദിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ നമ്മളത് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും അവർക്കതിലൊരു അഭിമാനം തോന്നുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ. പണം ലഭിക്കുവാൻ ചില ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും കുടുംബത്തിനുള്ള ആവശ്യത്തിനുള്ള ധനം നിങ്ങൾക്ക് സേവ് ചെയ്യുവാൻ സാധിക്കും. അതിൽ നിങ്ങൾ തൃപ്തരായിരിക്കും, കുടുംബത്തിൽ സന്തോഷമുണ്ടായിരിക്കും. അങ്ങനെ ആനന്ദകരമായൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് സേവ് ചെയ്യുവാൻ സാധിക്കുന്ന സമയമാണ്. ബിസിനസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലാഭം മാറ്റിവെക്കുവാൻ സാധിക്കുകയും ചെയ്യും.
നിങ്ങൾക്ക് വിശ്വാസം അല്പം കൂടുതലായി കാണുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ, അതായത് വിവാഹം കഴിഞ്ഞ വ്യക്തികൾ, സ്ത്രീ ആയാലും പുരുഷനായാലും, വിവാഹം കഴിഞ്ഞൊരു വീട്ടിൽ പോകുമ്പോൾ അവരുടെ അമ്മാവൻ, അമ്മായി ഇവരെ കൊണ്ട് എന്തെങ്കിലും മാനസികപരമായിട്ടോ അല്ലാതെയോ ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത അവസ്ഥയോ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് മാറുകയും ഈ വേഴമാറ്റം മൂലം കൊണ്ട് അവർക്ക് നിങ്ങളോട് സ്നേഹം വരിക, ധനസഹായം ചെയ്യുക, അവർ നിങ്ങളെ അംഗീകരിക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാനും സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ എതിരാളികളിൽ നിന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവും നേരിടേണ്ടി വരില്ല. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നവർ, നിങ്ങളെ കളിയാക്കിക്കൊണ്ടിരുന്നവർ, നിങ്ങളെ അപമാനിച്ചു കൊണ്ടിരുന്നവർ വെറുതെ വിടുക. ഈ ഒരു സമയം നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കാര്യം നോക്കി നേരെ മുന്നിലോട്ട് പോകുക. അവർ തന്നെ അവർ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കുകയും നിങ്ങളോട് സ്നേഹത്തോടു കൂടി വരികയും നിങ്ങളോടൊരു നല്ലൊരു ഫ്രണ്ട്സായി കൂടെ നിൽക്കുകയും ചെയ്യാൻ പോകുകയാണ്. നിങ്ങളത് അംഗീകരിച്ചില്ലെങ്കിലും അതൊരു പ്രശ്നമേ അല്ല. ഇവിടെ നിങ്ങളോടുള്ള ശത്രുത മാറിക്കിട്ടും. നിങ്ങളെക്കുറിച്ച് അപവാദങ്ങളും പറഞ്ഞു നടന്ന വ്യക്തികൾ ഇനി നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഗുണപരമായ കാര്യങ്ങൾ പറയുവാൻ പോവുകയാണ്. വേറൊന്നും ചെയ്യേണ്ട. മഹാവിഷ്ണു ഭഗവാനെയോ ഭഗവാന്റെ അവതാരങ്ങളായ മൂർത്തികളെയോ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. കുടുംബത്തിൻ്റെ പിന്തുണ എന്നും നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും കൂടെ തന്നെ ഉണ്ടായിരിക്കും. ജോലിസ്ഥലത്ത് സ്ഥിരമായ ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ ഒരു വരുമാനം നിങ്ങൾക്ക് നിലനിർത്തുവാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൈവറ്റ് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നമുക്ക് എല്ലാ ദിവസവും ജോലിക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വീട്ടിൽ ആരെങ്കിലും അപ്രതീക്ഷിതമായി വരികയും നമ്മളോട് ധനപരമായ സഹായം ചോദിക്കുകയും, അത് കൂടുതലും മറ്റുള്ള നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ചോദിക്കുന്നത് വിവാഹം, ഗൃഹനിർമ്മാണം എന്നീ കാര്യങ്ങൾക്കായിരിക്കും നമ്മളോട് സഹായം ചോദിക്കുക. അങ്ങനെയൊക്കെ ചോദിക്കുക, അവരെ നമുക്ക് സഹായിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഗുണപരമായ കാര്യങ്ങൾ ഇടവൻ രാശിക്കാരെ കാത്തിരിക്കുന്നു. എക്സാമൊക്കെ എഴുതുന്ന ആ ഒരു വ്യക്തികൾക്ക് നല്ലൊരു റിസൾട്ടൊക്കെ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് രാജയോഗം പോലുള്ള ഗുണപരമായ അനുഭവങ്ങൾ നിങ്ങളെ തേടി വരുവാനിരിക്കുകയാണ്. നിങ്ങൾ എന്നിരുന്നാലും ഇതുപോലെ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നു, ഈ ഒരു ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല, നമുക്ക് ഈ ഒരു ഭാഗ്യം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ജാതകം ഒന്ന് പരിശോധിക്കുക. അതിൻ്റേതായ പരിഹാരങ്ങളും കൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. കൂടുതൽ നിങ്ങൾക്ക് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ സഹസ്രനാമം ജപിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ഭഗവാന്റെ അവതാരമുള്ള ഏതെങ്കിലും ഒരു അമ്പലത്തിലോ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഭഗവാന് പാൽപ്പായസ വഴിപാട് നടത്താം, അല്ലെങ്കിൽ തുളസിമാല അർപ്പിക്കാം, തൃക്കൈവെണ്ണ അർപ്പിക്കാം, ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി അർപ്പിക്കാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളാൽ കൊണ്ട് കഴിയുന്ന യഥാശക്തി വഴിപാടുകൾ നടത്തി ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ ഈ ഗുണഫലങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ രാശിമാറ്റത്തിൽ എല്ലാ രാശിക്കാർക്കും ഗുണപരമായ അനുഭവങ്ങളും ദോഷപരമായ അനുഭവങ്ങളും ഗുണവും ദോഷവും ചേരുന്ന അനുഭവങ്ങളും എല്ലാം വന്നു പോവുകയാണ്. എന്നാൽ ഇങ്ങനെ ഉണ്ടാകുന്ന രാശിമാറ്റത്തിൽ മിഥുനം രാശിക്കാർക്ക്, മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. മിഥുനം രാശിയുടെ 8-ാം ഭാവത്തെയും 10-ാം ഭാവത്തിൻ്റെയും അധിപനാണ് വ്യാഴം. ആ വ്യാഴം നിൽക്കുന്നത് മിഥുനം രാശിയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. അപ്പോൾ ഇത്രയും ഗുണപരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് യോഗത്തിലോട്ട് പോകുന്നില്ല, നിങ്ങൾക്കത് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല, നിങ്ങളുടെ കയ്യിൽ അത് എത്തിച്ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ഇപ്പോഴത്തെ ദശ അപഹാരം ഏതാണെന്ന് മനസ്സിലാക്കുക. തുടർന്ന് വ്യാഴഗ്രഹം നിങ്ങളുടെ ജാതകത്തിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നു, അതിൽ ഉച്ചത്തിലാണോ നീചത്തിലാണോ ഗുണപരമായിട്ടാണോ നിൽക്കുന്നത് ദോഷപരമായിട്ടാണോ നിൽക്കുന്നത് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റേതായ പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ പറയുന്ന ഗുണപരമായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അങ്ങനെ നിങ്ങളുടെ ജാതകത്തിൻ്റെ വ്യാഴമാറ്റത്തോടനുബന്ധിച്ചുള്ള ഗുണദോഷ ഫലങ്ങൾ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്.
ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വ്യാഴമാറ്റം മൂലം മിഥുനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. ദൈവകാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകുക, ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തികൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുക, ഇവയ്ക്കെല്ലാം സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതിലൊരുപാട് പുരോഗതി വന്നു ചേരുന്ന സമയമാണ്. പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ വളരെ എളുപ്പം, വളരെ ലഘുവായി, വളരെ ഈസിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുകയും നിങ്ങൾക്ക് വിദേശ യാത്രയിൽ പോകാൻ, അതൊരു എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സാം പാസ്സാകുകയും വിദേശ ജോലിക്കുള്ള സാധ്യത ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വ്യാഴമാറ്റ സമയത്ത് വിദേശയാത്രയ്ക്ക് പോവുകയും നിങ്ങൾക്ക് അല്ലെങ്കിൽ ജോലി ലഭിക്കുവാനും വിദ്യാഭ്യാസം നടത്താനും എല്ലാത്തിനും കഴിയുന്ന ഒരു സമയം തന്നെയാണ്. വിവാഹാലോചനകൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് വിവാഹം നടക്കുന്നില്ല എന്ന് കരുതി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ആലോചനകൾ വരികയും നിങ്ങളുടെ ആ ഒരു വിവാഹം നിശ്ചയത്തിലോട്ട് എത്തുക, അല്ലെങ്കിൽ ജാതകം കൈമാറുന്ന അവസ്ഥയിലെത്തുക, അല്ലെങ്കിൽ വിവാഹത്തിന് ദിവസം കുറിക്കുകയും വിവാഹം നടക്കുവാൻ തന്നെ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. പുതിയ വാഹനം, അല്ലെങ്കിൽ പുതിയൊരു വസ്തു, ഒരു ചെറിയൊരു വീട്, അല്ലെങ്കിൽ കുറച്ച് ഓർണമെൻറ്റ്സ്, വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ വീട്ടുപകരണ സാധനങ്ങൾ, ഇതെല്ലാം വാങ്ങുവാൻ ഈ ഒരു സമയത്ത് സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. പരീക്ഷകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ വ്യാഴമാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഉപരിപഠനത്തിന് വേണ്ടി സർക്കാരിൽ നിന്നുള്ളൊരു സഹായം നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. കർമ്മരംഗത്ത് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നു. സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് സന്തോഷവും ഗുണവും ഉണ്ടാകുന്നു. സന്താനങ്ങളെ കൊണ്ട് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ദുഃഖങ്ങളെല്ലാം മാറുകയും അവർക്ക് നേട്ടങ്ങളുണ്ടാകുകയും, അവർ എക്സാമിനിപ്പോൾ പരീക്ഷയിൽ മാർക്ക് കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അവർക്ക് മാർക്ക് കൂടുതൽ ലഭിക്കുകയും നമുക്കതിൽ സന്തോഷമുണ്ടാകുകയും എല്ലാം ചെയ്യുന്ന സമയം തന്നെയാണ്. പ്രണയിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയം തന്നെയാണ്. അവരുടെ പ്രണയം വിജയത്തിലെത്തുകയും അത് വിവാഹത്തിലോട്ട് പോവുകയും സന്തോഷകരമായി ജീവിതം നയിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. കൂടാതെ വ്യാഴം ഈ ഒരു മാറ്റത്തിൽ നിങ്ങൾക്ക് കൂടുതലായി കുട്ടികൾക്കാണ് ഒരുപാട് നേട്ടങ്ങൾ, അതായത് വിദ്യാഭ്യാസപരമായ നേട്ടം ഉണ്ടാകുന്നു. ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നവർക്ക് ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. PSC പോലുള്ള എക്സാം എഴുതുന്നവർക്ക് അതിൻ്റേതായ നേട്ടങ്ങൾ, കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ നേട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ആഗ്രഹത്തിന് ഒത്ത രീതിയിലുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും ഈ ഒരു സമയത്ത് കൂടുതലായി സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനുള്ള ആ ഒരു ലക്ഷ്യം, നിങ്ങളിപ്പോൾ ഇന്ന് ജോലി വേണം എന്ന് കരുതിയാണ് മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിയോട്ട് ചിലപ്പോൾ അത് പഠിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരിക്കും പോകുന്നത്. അതിൻ്റെ പഠനത്തിലോട്ട് പുരോഗതിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജോലിയിൽ കയറുവാനുള്ള സാധ്യത, ഇതെല്ലാം വന്നു ചേരുന്നു. വിവാഹത്തിന് അസൗകര്യങ്ങളൊന്നുമില്ല. വിവാഹം ആലോചിക്കുന്നവർ ശ്രദ്ധാപൂർവം മുന്നോട്ട്, വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കും. വിവാഹിതർക്ക് അവരുടെ ദാമ്പത്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയുവാനും പരസ്പര ഐക്യത്തോടു കൂടി കഴിയുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. നല്ലൊരു ദാമ്പത്തിക ജീവിതം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കും. അതായത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, നിങ്ങൾ പിണങ്ങി കഴിഞ്ഞ വ്യക്തികളാണ്, അല്ലെങ്കിൽ പിരിഞ്ഞിരുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സൗന്ദര്യ പിണക്കങ്ങളുള്ള ദമ്പതിമാരായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും സന്തോഷത്തോടു കൂടി ഒരു ജീവിതം നയിക്കുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ലാഭകരമായ ബിസിനസ്സിലൂടെ, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ധനം വരുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് വീണ്ടും ഒന്നും കൂടി തുടങ്ങുവാനോ, ഒരു ബ്രാഞ്ച് തുടങ്ങുവാനോ, അല്ലെങ്കിൽ അതിനെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുവാനോ എല്ലാം സാധിക്കുന്ന സമയം. അത് ബിസിനസ്സിൽ നല്ലൊരു നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സമൂഹത്തിലെ സ്വാധീനമുള്ള, ബഹുമാനമുള്ള വ്യക്തികളായി നിങ്ങൾ വളർന്നു വരുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ വിചാരിക്കും നമ്മളൊരു സാധാരണക്കാരനായിരിക്കുമെന്ന്. പക്ഷേ നിങ്ങളെ മറ്റുള്ളവർ ഒരുപാട് അംഗീകാരം നൽകുന്നു, ബഹുമാനിക്കുന്നു, നേട്ടങ്ങളുണ്ടാകുന്നു,
സമൂഹത്തിൽ നല്ലൊരു പുരോഗതി ഉണ്ടാകുന്നു. അങ്ങനെ സന്തോഷകരമായി നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകുന്നു. ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ താല്പര്യം കൂടി വരുന്നു. നിങ്ങളുടെ ഭാഗ്യപരമായ കഴിവുകൾ അല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ മാറി മാറി വരികയും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങളുടെ ടെൻഷൻ വളരെ കുറയുന്ന ഒരു സമയമാണ്. എല്ലാവർക്കും ഓരോ കാര്യങ്ങളും ആലോചിച്ചുള്ള ടെൻഷനാണ്. എന്നാൽ ആ ടെൻഷനെല്ലാം കുറയുകയും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ ഒരു വ്യാഴമാറ്റം മൂലം മിഥുനം രാശിക്കാർക്കുണ്ടാകുന്ന ആ ഒരു ഗുണഫലങ്ങൾ നിങ്ങൾ കൃത്യസമയത്ത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ജാതകം വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷം അതിൻ്റേതായ പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുക. ജാതക സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ. കൂടാതെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമുള്ള ഏതെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ അതോ അല്ലെങ്കിൽ ഒരു നവഗ്രഹ ക്ഷേത്രത്തിലോ നിങ്ങൾക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കാം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദർശനം നടത്താം. അതൊരു ബുധനോ വ്യാഴമോ ഒക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതിനും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ സമയം നമ്മുടെ ജോലി സംബന്ധമായി ചിലപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്ത് അമ്പലം കാണില്ല, അങ്ങനത്തെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഏറെ ഉത്തമമാണ്. എല്ലാ ദിവസവും ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതിപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ജപിച്ചുകൊണ്ടിരിക്കാം. നമുക്കിപ്പോൾ ഒരു വിളക്ക് വെച്ച് അതിൻ്റെ മുന്നിലിരുന്ന് കുളിച്ച് ശുദ്ധമായി ജപിക്കണം എന്നല്ല. നമുക്കിപ്പോൾ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളിപ്പോൾ 1 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുന്നു, നമുക്കിരുന്നിങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഇരിക്കുകയാണ്, എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് മനസ്സിൽ അതിങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കാം. ഏത് സമയത്തും നാമം ജപിക്കാം. നാമം ജപിക്കും തോറും ഭഗവാന്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകുകയും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ ശുഭകരമായി നടക്കുകയും ടെൻഷൻ കുറയുകയും സന്തോഷകരമായി ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കും. 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയം കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഗുണപരമായ അനുഭവങ്ങളും അതുപോലെ ദോഷപരമായ അനുഭവങ്ങളും വന്നു ചേരുന്നൊരു സമയമാണ്. എന്നാൽ ഗുണപരമായ അനുഭവങ്ങൾ കൂടുതൽ പറയാതെ നിങ്ങളുടെ നെഗറ്റീവായ കാര്യങ്ങൾ, ദോഷപരമായ കാര്യങ്ങൾ പറയുവാനാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. കാരണം ഗുണപരമായ കാര്യങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കാറില്ല. എന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, വിഷമം വരും എന്ന് കരുതി കഴിഞ്ഞാൽ അതിൻ്റേതായ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ അത് മാറ്റുകയും സന്തോഷകരമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് അവരുടെ 6-ാം ഭാവത്തിൻ്റെയും 9-ാം ഭാവത്തിൻ്റെയും അധിപനാണ് വ്യാഴം. ആ വ്യാഴം ഇപ്പോൾ ചാരവശാൽ നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. അപ്പോൾ 12-ാം രാശിയിൽ വ്യാഴം വരുമ്പോൾ പറയാതെ തന്നെ നമുക്കറിയാം അതിനകത്ത് ഒരുപാട് ദോഷപരമായ അനുഭവങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പോകുന്ന അവസ്ഥയെക്കാളും കൂടുതൽ ദോഷകരമായ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക, ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുക, വ്യാഴഗ്രഹം ജാതകത്തിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതെല്ലാം ചെയ്തിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഗുണപരമായ അനുഭവങ്ങൾ കൂടുതലായി വരികയും ദോഷം കുറയുകയും ചെയ്യും. ഇങ്ങനെ വ്യാഴമാറ്റം മൂലം നിങ്ങൾക്ക്, അത് കർക്കിടക രാശിക്കാർക്ക് അവരുടെ ദോഷഫലങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ, അവരുടെ അല്ലെങ്കിൽ ഗുണഫലം അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം മൂലം മിതമായ വരുമാനം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ പോലും ചിലവുകൾ വളരെ കൂടുതലായിരിക്കും. ഒരു മാസം 25,000 രൂപ വരുമാനം വരുന്നു എന്നുണ്ടെങ്കിൽ 40,000 രൂപയുടെ ചിലവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. വളരെ ശ്രദ്ധാപൂർവം ഒരു പ്ലാനിങ്ങോട് കൂടി ചിലവിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ചിലവാക്കണം എന്നെല്ലാം മനസ്സിലാക്കി ചിലവാക്കി പോവുക. പ്രതീക്ഷിക്കുന്നതിലപ്പുറം ചിലവുകൾ വരാൻ പോകുകയാണ്. കൂടുതൽ ആത്മവിശ്വാസം നിങ്ങൾ കരുതി, അതായത് എനിക്ക് ജയിക്കും എന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും അവസാനം പരാജയത്തിൽ പോകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക.
പങ്കാളിയുമായി, അത് ജീവിത പങ്കാളിയുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ദീർഘകാലമായി യാത്രകൾ ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ യാത്രയിൽ നിന്നും നിങ്ങൾക്ക് ഗുണപരമായ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയില്ല, കുറവാണ്. അപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ തടസ്സങ്ങൾ വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് കേസ്, വഴക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്കൊന്ന് ഒത്തുതീർപ്പാക്കുവാൻ സാധിക്കും. അതിന് പൂർത്തീകരിക്കാൻ, തീർത്ത് കളയാൻ, നമുക്ക് ഒരു പ്രശ്നമില്ലാതെ തീർക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം. സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകർ എല്ലാവരുമായി നല്ല രീതിയിൽ പെരുമാറി സ്നേഹത്തോടു കൂടി ഭയങ്കര ഒരു സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. സ്വയം നിയന്ത്രിച്ച് ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ മനസ്സമാധാനം ഉണ്ടാകും. ഇവിടെ നമുക്ക് പലർക്കും ഇല്ലാത്തൊരു പ്രശ്നമാണ്. എടുത്തുചാട്ടവും അനാവശ്യമായ സംസാരവുമാണ് പല പ്രശ്നങ്ങൾക്കും ഇടയുണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ക്ഷമയോടുകൂടി ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത്, വ്യാഴമാറ്റ സമയത്ത് വളരെ ക്ഷമയോടുകൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്താൽ സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. അപകട സാധ്യതകൾ ചെറുതായി കാണുന്നുണ്ട്. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം എല്ലാ ദിവസവും പുറത്തോട്ട് പോവുക. വാഹന സംബന്ധമായ കാര്യങ്ങൾ, അതായത് വാഹനത്തിൻ്റെ ഒരു നിയമപരമായ കാര്യങ്ങളെല്ലാം വാഹനം ഓടിക്കുമ്പോൾ പാലിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. വാഹനം കൈകാര്യം ചെയ്യുന്നവർ നല്ല രീതിയിൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. അങ്ങനൊരു പ്രശ്നമുണ്ട്, എനിക്കൊന്നുമില്ല, എനിക്കൊന്നും വരില്ല, എനിക്കൊരു കുഴപ്പമില്ല, നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യരുത്. ചെറിയൊരു പ്രശ്നങ്ങൾ പോലും നിങ്ങൾക്കത് വലിയ രീതിയിൽ പ്രശ്നത്തിലോട്ട് കടക്കുക, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാൻ സാധിച്ചേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കണ്ണടച്ച് ആരെയും വിശ്വസിക്കരുത്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടെ നിൽക്കുന്ന ആരെയും വിശ്വസിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ നിരവധി നല്ല പ്രവൃത്തികൾ ചെയ്യും, അതിനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ദൈവീകപരമായ ആരാധനകൾ, അത് പൂജകൾ, മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകുക, ആത്മീയമായ തീർത്ഥാടനങ്ങൾ നടത്തുക, മറ്റ് സമൂഹത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയും അതിനുവേണ്ടി ധനം ചിലവാക്കുകയും ചെയ്യും. കാരണം വരുമാനത്തെക്കാളും കൂടുതൽ ധനം ചിലവാകണം. അതിനുവേണ്ടി പല മാർഗ്ഗങ്ങളും നിങ്ങൾ അറിയാതെ നിങ്ങളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് മനസ്സംതൃപ്തി നൽകുവാൻ വേണ്ടി മാത്രമായിരിക്കും നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ സന്തോഷത്തോടെ ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ വ്യാഴമാറ്റം വരുന്നത്. ദീർഘദൂര യാത്രകൾ ഉണ്ടാകാൻ സാധ്യത, വിദേശത്ത് വരെ പോകുവാൻ സാധ്യത കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്ക് വിജയം, കൂടാതെ സാമ്പത്തിക നേട്ടം ഇവയെല്ലാം വന്നു ചേരും. മടി അല്പം കൂടുതലായി കാണുന്നുണ്ട്, അതും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഉദര സംബന്ധമായ ചെറിയ അസുഖങ്ങൾക്കും ചെറിയ സാധ്യത കാണുന്നുണ്ട്. ചിലവ്, അത് നേരത്തെ പറഞ്ഞു, വളരെ കൂടുതൽ തന്നെയായിരിക്കും. ഒന്ന് നിയന്ത്രിക്കുക തന്നെ ചെയ്യുക. നല്ല രീതിയിൽ ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഐക്യം മെച്ചപ്പെടുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ അവസ്ഥയിൽ നിങ്ങൾക്ക് കൂടുതൽ തൃപ്തികരമായിരിക്കും. എന്തൊക്കെ കുറവുകളും കുറ്റങ്ങളും പരിഭവങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിലും സന്തോഷകരമായ രീതിയിൽ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസം, സമ്പത്ത്, കുട്ടികൾ, ഭാഗ്യമായൊരു ജീവിതം, ബിസിനസ്സിൽ ലാഭം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും. അത് ഉടനെ അല്ല, വ്യാഴത്തിൻ്റെ ഒരു അവസാന ഘട്ടമാകുമ്പോഴേക്കും ഇതിന് ഒരു വ്യാഴത്തിൻ്റെ ഒരു രാശിമാറ്റം വരും. ആ സമയത്ത് തീരുന്നതിന് മുമ്പേ കർക്കിടകത്തിലൂടെ തിരിച്ചു വരുന്ന സമയമുണ്ട്. ആ സമയത്തൊക്കെ നമുക്കൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഗുണപരമായ അനുഭവങ്ങളും ദോഷപരമായ അനുഭവങ്ങളും ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന് വഴിപാടുകൾ, പുഷ്പാഞ്ജലികൾ, പായസ വഴിപാട്, തുടർന്ന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തുളസിമാലയോ താമര മുട്ടുമാലയോ എന്ത് വേണമെങ്കിലും സമർപ്പിക്കാം. സമർപ്പിച്ച്
പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദോഷഫലങ്ങൾ കുറയുകയും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും കൈവരിക്കുവാനും സാധിക്കും. 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്ക് അവരുടെ 5-ാമത്തെയും 8-ാമത്തെയും ഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം. ആ വ്യാഴം നിൽക്കുന്നത് 11-ാം ഭാവത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഗുണപരമായ അനുഭവങ്ങൾ കൂടുതലായി വരുവാൻ സാധ്യത വളരെ കൂടുതൽ കാണുന്നുണ്ട്. എന്നാൽ പല വ്യക്തികൾക്കും പലരും വിളിച്ചു പറയാറുള്ളൊരു കാര്യമാണ്, ഇത്രയും ഭാഗ്യാനുഭവങ്ങൾ കേട്ടിട്ടും പറഞ്ഞിട്ടും നമുക്ക് ജീവിതത്തിൽ അങ്ങനെയൊന്നും വരുന്നില്ല, എന്തുകൊണ്ടാണത്? അപ്പോൾ ഈ പറയുന്നത് വെറുതെയാണോ? പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ജീവിതത്തിൽ നടക്കും. അത് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിലെ ഇപ്പോഴത്തെ ദശ അപഹാരം മനസ്സിലാക്കുകയും വ്യാഴം ഏത് രാശിയിൽ നിൽക്കുന്നു, ബലവാനാണോ, ഉച്ചത്തിലാണോ, നീചത്തിലാണോ, സുഷയത്തിലാണോ, എങ്ങനെയാണ്, അതെല്ലാം പരിശോധിച്ചിട്ട് അതിൻ്റേതായ ചെറിയ രീതിയിലുള്ളൊരു പരിഹാരവും ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം മൂലമുണ്ടാകുന്ന ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരും. ഒരുപാട് നേട്ടങ്ങളും ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. അപ്പോൾ ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് അവരുടെ ജാതകഫലം അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചിങ്ങം രാശിയിൽ ജനിച്ച മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം മൂലം ദീർഘകാലമായി അവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കും. സാമ്പത്തിക സ്ഥിതി അനുകൂലമായി വരും. മികച്ച നിക്ഷേപ പദ്ധതികൾ തുടങ്ങുവാൻ സാധിക്കും. പുതിയ രീതിയിലുള്ള ചിട്ടികൾ അല്ലെങ്കിൽ സേവിങ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചേരുവാനും ലാഭം ഉണ്ടാക്കുവാനും സാധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ വ്യാഴമാറ്റം നിങ്ങൾക്കുണ്ടാകുന്നത്. ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുവാൻ സാധിക്കും. ഒന്നുമില്ലെങ്കിൽ വസ്തു വാങ്ങുവാനോ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുവാനോ അതിനുള്ള ആരംഭം കുറിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. വിവാഹം നടക്കുവാൻ സാധ്യത വളരെ ഏറെ കൂടുതലായി കാണുന്നുണ്ട്. കൂടാതെ പ്രണയിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗ കയറ്റം അതിനെന്തെങ്കിലും തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുവാനും സാധ്യത കൂടുതലായി കാണുന്ന സമയമാണ്. ഉദ്ദേശിച്ച വിഷയത്തിൽ പരമാവധി പഠനത്തിന് പ്രവേശിക്കുവാനും അതിലൂടെ ജോലിയിൽ പ്രവേശിക്കുവാനും അത് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും അതിൽ നിന്നും വരുമാനം വന്നു ചേരുവാനും എല്ലാം സാധിക്കുന്ന മനോഹരമായ ഒരു സമയം തന്നെയാണ്. ദീർഘകാലത്തെ വിഷമത്തോടുകൂടി നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുവാനും അതിന് വിജയം കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾക്ക് ആഭരണം, സ്ത്രീകൾ കൂടുതൽ ആഭരണം ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. എന്നാൽ അത് ലഭിക്കാതെ ഒരുപാട് വിഷമിച്ച് കഴിഞ്ഞ വ്യക്തികൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അത് ലഭിക്കുവാൻ സാധിക്കും. കൂടുതൽ മിക്ക ആൾക്കാരും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ കയ്യിലുള്ള ഓർണമെൻറ്റ്സ് കൊണ്ടുപോയി പണയപ്പെടുത്തി ധനം വാങ്ങിച്ച് നമ്മുടെ കാര്യങ്ങൾ നടത്താറുണ്ട്. എന്നാൽ അങ്ങനത്തെ പല വ്യക്തികൾക്കും അത് തിരിച്ചെടുക്കുവാൻ പറ്റാതെ സാമ്പത്തികമില്ലാതെ വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വ്യാഴമാറ്റം നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആഗ്രഹിച്ച ആഭരണങ്ങൾ നമുക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ഭക്ഷണപ്രിയരായുള്ള വ്യക്തികൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ കിട്ടുവാൻ സാധ്യതയുണ്ട്. ഗുണപരമായ പല കാര്യങ്ങളും, വസ്ത്രം, കാറ്, വീട്, അതുപോലെ വസ്തു വാങ്ങുവാൻ, ജോലിയിൽ മാറ്റം എന്നിങ്ങനെയുള്ള ഒരുപാട് ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരും. ഇത് നിങ്ങൾക്ക് വലിയ വിജയത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഈ സമയം ഈശ്വര വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഇത് ഇരട്ടിയാക്കുവാൻ സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. കടങ്ങൾ തീർക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പണം സമ്പാദിക്കുവാനുള്ള വഴി എളുപ്പമാക്കി തരും.
നമ്മളൊന്ന് ഇറങ്ങിയാൽ മതി, കാര്യങ്ങൾ നടക്കും. ആത്മാർത്ഥമായി ശ്രമിക്കണം എന്ന് മാത്രം. നല്ല രീതിയിലുള്ള ശമ്പളം കിട്ടുന്ന രീതിയിലുള്ള ജോലി ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ശമ്പളം മുടങ്ങിക്കിടന്ന വ്യക്തികൾക്ക് അത് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം ലഭിക്കാതിരുന്നു എന്നുണ്ടെങ്കിൽ ആ ധനം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ധനപരമായ പല പ്രശ്നങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന സമയമാണ്. പ്രണയബന്ധങ്ങൾ തീവ്രമായി വരികയും, അതായത് വിട്ടുപിരിയാൻ പറ്റാത്തത്ര രീതിയിൽ പ്രണയിക്കുകയും ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നു. പഠനത്തിൽ മികവ് കൈവരിക്കുവാൻ സാധിക്കുന്നു. പെട്ടെന്ന് തന്നെ സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്താൽ നല്ല രീതിയിലൊരു വിജയം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ വിഷമം അനുഭവിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിനൊരു തീർപ്പ് ഉണ്ടാകുകയും നിങ്ങൾക്ക് തന്നെ നേട്ടമായി വരികയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വരികയാണ്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നമുക്കൊരുപാട് നേട്ടങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മുടെ കൂടെ നിന്ന് പറ്റിക്കാതെ ശ്രദ്ധയോടുകൂടി നോക്കി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള ഇത്രയും ഗുണപരമായ അനുഭവങ്ങൾ ഈ വ്യാഴമാറ്റ സമയത്ത് ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ദശാപഹാരവും മനസ്സിലാക്കി അതിനനുസരിച്ച് പരിഹാരവും ചെയ്ത് മുന്നോട്ട് പോവുക. ജാതകം പരിശോധിക്കുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്നോടൊപ്പം നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭഗവാന് വഴിപാടുകൾ അർപ്പിക്കുക. അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമായ ഏതെങ്കിലും ഒരു അമ്പലം, ശ്രീകൃഷ്ണസ്വാമി, ശ്രീരാമസ്വാമി, നരസിംഹസ്വാമി, ഏത് അമ്പലത്തിനും വഴിപാട് നടത്താം. അത് കഴിഞ്ഞ് നമുക്ക് നവഗ്രഹങ്ങളെടുത്ത് പുഷ്പാഞ്ജലി വഴിപാടുകൾ നടത്താം. ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ നടത്താം. എന്നിങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ കന്നി രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കന്നി രാശിയിൽ ജനിച്ചവർക്ക് അവരുടെ 4-ാം ഭാവത്തിൻ്റെയും 7-ാം ഭാവത്തിൻ്റെയും അധിപനാണ് വ്യാഴം. എന്നാൽ ആ വ്യാഴം നിൽക്കുന്നത് 10-ാം ഭാവത്തിലാണ്. ഈ 10-ാം ഭാവത്തിലേക്ക് വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം വ്യക്തമായി പരിശോധിച്ച് ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുകയും വ്യാഴം ഏത് രാശിയിൽ നിൽക്കുന്നു എന്നും മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റേതായ പരിഹാരങ്ങളും കൂടി ചെയ്തു പോയാൽ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കും. ജാതകം പരിശോധിക്കുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കന്നിരാശിയിൽ ജനിച്ച ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റത്തോടുകൂടി കഠിനാധ്വാനത്തിലൂടെ ലക്ഷ്യസ്ഥാനം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. കർമ്മസ്ഥാനത്ത് ക്ലേശങ്ങളും എന്നാൽ അതിനോടൊപ്പം തന്നെ വരുമാനങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ഒരുപാട് കഷ്ടപ്പെടും, പക്ഷേ അതിൻ്റേതായ ഫലമുണ്ടാകുകയും നേട്ടമുണ്ടാകുകയും ചെയ്യും. ജീവിതത്തിൽ മുന്നേറ്റത്തിന് ഒരു പരിധി വരെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു പ്രോത്സാഹനം ഉണ്ടാകുകയും അവരുടെ സഹായം അത്യാവശ്യമായി വരികയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വിജയത്തിനും, ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്, എന്ത് ജോലി ചെയ്യട്ടെ, എന്ത് ബിസിനസ് ചെയ്യട്ടെ, മറ്റുള്ളവരെയും കൂടി ഉൾപ്പെടുത്തുക, അവരെ ബഹുമാനിക്കുക, അവരെ അംഗീകരിക്കുക. ഇപ്പോൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അവരോട് ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം വേണം അവരോട് ചോദിക്കാം. അപ്പോൾ എല്ലാവരുമായി നല്ലൊരു സൗഹൃദത്തിൽ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അർപ്പണ മനോഭാവത്തോടുകൂടി ജീവിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിഷ്കളങ്കത, ലക്ഷ്യബോധം, ജിജ്ഞാസ തുടങ്ങിയ പ്രവൃത്തികൾ ക്ഷമയോടുകൂടി നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇതൊരു നല്ലൊരു
ജീവിത അനുഭവത്തിൻ്റെ തുടക്കമായിരിക്കും, ഒരു വിജയത്തിൻ്റെ തുടക്കമായിരിക്കും, ഒരു നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമായിരിക്കും. പിടിവാശി, മുൻകോപം ഇവ ഉപേക്ഷിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ആരോഗ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധ വളരെ കുറവാണ്, എന്നാൽ നല്ലൊരു ശ്രദ്ധ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണം. ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം അപകീർത്തിക്ക് ഇരയാകുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക. മറ്റ് വ്യക്തികൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം പോയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ആ ഒരു ദുഷ്പേർ അല്ലെങ്കിൽ ചീത്തപ്പേർ നമുക്കും കൂടി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക. ഈ സമയത്ത് നിങ്ങൾക്ക് ജോലിയിൽ ചില അസൗകര്യങ്ങൾ നേരിട്ടേക്കാം. അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുക. നിങ്ങൾ അമിത വിശ്വാസത്തോടു കൂടി ഞാൻ വിജയിക്കും എന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങൾക്കും തടസ്സം വരികയും അതിൽ വിജയിക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ തൊഴിലിൽ ആ ഒരു തൊഴിൽ അന്തരീക്ഷത്തിൽ നേട്ടങ്ങൾ വരുവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുകയും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുമാണ്. അറിയാത്ത ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പല വ്യക്തികളുമുണ്ട്, എനിക്കത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കുകയും എന്നാൽ അത് ഒരിടവും എത്താതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. പഠിച്ചതിന് ശേഷം മാത്രം ഏറ്റെടുക്കുക. കാരണം നിങ്ങൾക്ക് കഴിവുണ്ട്. ആ കഴിവ് നിങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ കുടുംബ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നിങ്ങൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. കുടുംബത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. സാമ്പത്തികം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ. അത് കൃത്യമായ സമയത്ത് വേണ്ടതുപോലെ ചെയ്യാതെ വരുമ്പോഴാണ് കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടും സംസാരിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഫോൺ കോൾ, 1 മിനിറ്റ് നേരമായിരിക്കും സംസാരിക്കുന്നത്. അത് മതി കുടുംബത്തിൽ സന്തോഷമുണ്ടാക്കാൻ. അത് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വാക്ക് പറയാതിരുന്നാൽ അവിടെ ദുഃഖകരമാവുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ കുടുംബജീവിതം ഇന്നത്തെ കാലഘട്ടത്ത് വളരെ ശ്രദ്ധാപൂർവം കൊണ്ടുപോകാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ കന്നിരാശിയിലുള്ള വ്യക്തികൾ എടുത്തുചാട്ടം, മുൻകോപം ഇവയെല്ലാം മാറ്റിവെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതം സന്തോഷകരമായി മുന്നിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സമ്പത്ത് ശേഖരണത്തിന് വളരെ ഒരു വർധനവ് ഉണ്ടാകുന്ന സമയമാണ്. നേട്ടങ്ങളുണ്ടാകും. കഴിയുന്നത്ര പണം സ്വരൂപിച്ച് വയ്ക്കുവാൻ നോക്കുന്നതും നല്ലതാണ്. കുടുംബത്തിനുള്ളിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സന്തോഷം കൈവരിക്കുവാൻ നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുന്നു. മാതാപിതാക്കളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കൊരു മാറ്റം വരുന്ന സമയവും കൂടിയാണ്. കുടുംബത്തിനുള്ളിൽ പരസ്പര സ്നേഹം, വാത്സല്യം, എല്ലാവരുമായിട്ടുള്ള ബഹുമാനം ഇതെല്ലാം വർദ്ധിച്ചു വരുന്ന സമയവും കൂടിയാണ്. എതിർവശത്ത് നിങ്ങൾ സങ്കീർണമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ, അതായത് ബിസിനസ്സിൽ, ജോലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്നാൽ കുടുംബം സന്തോഷകരമായി കൊണ്ടുപോകാൻ സാധിക്കുന്ന വ്യക്തികളായിരിക്കും ഈ രാശിയിൽപ്പെട്ടവർ. കുടുംബജീവിതം സന്തോഷകരമായി കൊണ്ടുപോകുമ്പോൾ ജോലിയുടെ കാര്യത്തിലും അതുപോലെ വളരെ ശ്രദ്ധ പാലിക്കേണ്ടത് നല്ലതാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ടു വരികയും പ്രണയബന്ധങ്ങൾ അത് സന്തോഷകരമായി ആവുകയും എല്ലാം ചെയ്യുന്ന സമയമാണ്. ദാമ്പത്തിക ജീവിതത്തിൽ സന്തോഷകരമായി പോവുകയും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നയിക്കുവാനും സാധിക്കും. സാമ്പത്തികപരമായ ചില ബുദ്ധിമുട്ടുകൾ വരും എന്നുണ്ടെങ്കിലും തന്ത്രപരമായിട്ട് ഐഡിയാപൂർവ്വം ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജാതകമൊന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ ഈ ഒരു സമയത്ത് പരിഹാരത്തിന് വേണ്ടി വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമമാണ്. വിഷ്ണു ഭഗവാനെ നിങ്ങൾ പാൽപായസ വഴിപാട് നടത്താം. ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി, തുളസിമാല, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ ക്ഷേത്രദർശനം നടത്തി ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഈ ഒരു ദോഷങ്ങൾ മാറുകയും ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരികയും ചെയ്യും. 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലോട്ട് പ്രവേശിക്കുമ്പോൾ തുലാം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക്
ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. ഈ സമയത്ത് രാജയോഗം പോലുള്ള ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് തുലാം രാശിക്കാർക്ക്. തുലാം രാശിയുടെ 3-ാമത്തെയും 6-ാമത്തെയും രാശിയുടെ അധിപനാണ് വ്യാഴം. ആ വ്യാഴം 9-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. വ്യാഴം 9-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഒരുപാട് ഫലങ്ങൾ വരുന്നു എന്ന് പറയുന്നത്. കൂടാതെ ഈ രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ഈ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിക്കുക, ദശാപഹാരം മനസ്സിലാക്കുക. വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നുവെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധിക്കും. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുലാം രാശിയിൽ ജനിച്ച ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം തൻ്റെ ഇപ്പോൾ നിൽക്കുന്ന 8-ാം ഭാവത്തിൽ നിന്നും 9-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഈ സമയത്ത് ഈ രാശിക്കാർക്ക് ആത്മവിശ്വാസം വളരെ കൂടുതലായി വരികയും അവർ തൊഴിൽ മേഖലയിൽ ഒരുപാട് മെച്ചം അനുഭവിക്കുകയും നേട്ടമുണ്ടാകുകയും ചെയ്യും. ഉപരിപഠനം പൂർത്തിയാക്കി വിദേശത്ത് പോകുകയും അവിടെ നിന്ന് വരുമാനങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ വിദേശത്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. സൽക്കർമ്മങ്ങളിലൂടെ എല്ലാവരുടെയും അംഗീകാരങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. പല രീതിയിലുള്ള ധനലാഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഒന്നിൽ പരം ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഒന്നിൽ പരം ജോലികൾ ചെയ്യുന്നു, വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നു, ധനലാഭം ഉണ്ടാക്കുന്നു, എന്നിങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. വിവാഹ സാധ്യത വർദ്ധിക്കും. സന്താനങ്ങളുടെ ഭാഗ്യം, സന്താനങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ ഭാഗ്യം മൂലം നിങ്ങൾക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും. പൊതുപ്രവർത്തന രംഗത്ത് ഒരുപാട് അംഗീകാരങ്ങളും ബഹുമാനങ്ങളും കിട്ടുന്ന ഒരു സമയം തന്നെയാണ്. വസ്തുതർക്കങ്ങൾ മാറിക്കിട്ടും. അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടി ഇരുന്ന പിതൃസ്വത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന സമയം തന്നെയായിരിക്കും. വീട്, വാഹനം എന്നിവ വാങ്ങുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. മതപരമായ ചടങ്ങുകൾക്ക് നിങ്ങൾ ശക്തനായി മുന്നിൽ നിൽക്കുകയും അതിന് നേതൃത്വം വഹിക്കുകയും ചെയ്യും. മതപരമായ ആ ഒരു പ്രവൃത്തിയിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ നേടിയെടുക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. കഠിനാധ്വാനം, കൂടുതൽ പരിശ്രമം, ഇതിനു വേണ്ടി മാത്രം നിത്യവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ കയ്യിലൂടെ കടന്നു പോകും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരായിരിക്കും. ഒരുപാട് നേട്ടങ്ങൾ വരുമ്പോഴും സാമ്പത്തികം വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം ധനലാഭം വന്നു ചേരുന്ന സമയം. സാമ്പത്തികപരമായ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഈ ഒരു വ്യാഴമാറ്റ സമയം നിങ്ങൾക്ക്. സഹോദരീ സഹോദരന്മാരിൽ നിന്നുള്ള സഹായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ആ ഒരു ധനം ലഭിക്കുന്നില്ല എന്ന് കരുതി വിഷമിച്ചിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ധനവും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിനുള്ളിൽ നിങ്ങൾക്കൊരു അംഗീകാരം ഉണ്ടാകുക, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കി കൊണ്ടുപോകുക എന്നിങ്ങനെയുള്ള ഗുണാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധ കൂടുതൽ പുലർത്തുക. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തിക ചിലവ്, മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് ഗുണപരമായ അനുഭവം, ധനപരമായ നേട്ടം, വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടം, തൊഴിലിൽ ഉന്നതി, ബിസിനസ്സിൽ പുരോഗതി എന്നിങ്ങനെയുള്ള ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വരികയാണ്. ഈ ഒരു ഗുണപരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ വേണ്ടി വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ ക്ഷേത്രദർശനം നടത്തുക, ഭഗവാന് പുഷ്പാഞ്ജലി വഴിപാടെല്ലാം നടത്തി മുന്നോട്ട് പോവുക. എന്നിട്ടും നിങ്ങൾക്ക് ഈ ഫലങ്ങൾ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജാതകമൊന്ന് പരിശോധിച്ച് അതിൻ്റെ പരിഹാരങ്ങളും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും.
2025 മെയ് മാസം 15-ാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലോട്ട് പ്രവേശിക്കുന്നു. ഈ സമയത്ത് വൃശ്ചികം രാശിയിൽ ജനിച്ച വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം മൂലം എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ലോൺ, കടബാധ്യത, ജാമ്യം എന്നീ കാര്യങ്ങളിൽ പോയി ചാടാതിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒരാൾക്ക് ലോൺ എടുക്കുവാൻ വേണ്ടി നമ്മൾ കൂടെ പോയി ജാമ്യം നിൽക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ജാമ്യം നിൽക്കുക, കടബാധ്യതകൾക്ക് നമ്മൾ പോയി സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഏറ്റെടുക്കുക, ഇങ്ങനെ എന്തിൽ പോയി ചെയ്താലും മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ഇടപെട്ട് അവർക്ക് സാമ്പത്തികം വാങ്ങിച്ചു കൊടുക്കുന്നു, നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്ത ഒരാൾക്ക് സാമ്പത്തികം വാങ്ങിച്ചു കൊടുക്കുന്നു, ആരെയും ഈ ഒരു സമയത്ത് സാമ്പത്തികപരമായി സഹായിക്കുവാൻ പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾ ചെയ്യുന്ന സഹായം അവസാനം നിങ്ങൾ അവരുടെ കടം തീർക്കേണ്ട ഒരവസ്ഥയിൽ എത്തിച്ചേരും. നിങ്ങൾ സഹായിച്ചോളൂ, പക്ഷേ കടമായി കൊടുത്താൽ തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നിങ്ങൾ ബിസിനസ്സിനോ ജോലിക്കോ വേണ്ടി ധനം ചിലവാക്കിയാലും അത് നഷ്ടത്തിൽ പോകാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കുക. ആലോചിക്കാതെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളുടെ ഫലമായി അതിനുണ്ടാകുന്ന അനർത്ഥങ്ങൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ്. വളരെയധികം സൂക്ഷിക്കുക. എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ശ്രദ്ധാപൂർവം ആലോചിച്ച് ഇറങ്ങുന്നത് നല്ലതായിരിക്കും. ഗുണവും ദോഷവും മനസ്സിലാക്കിയതിന് ശേഷം ഇറങ്ങുന്നത് നല്ലതായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ദോഷ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള ഇടപെടൽ ശ്രദ്ധാപൂർവം അവർ പറയുന്ന പ്രവൃത്തികളെല്ലാം കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. എന്നാൽ മേലുദ്യോഗസ്ഥർ നമ്മളൊന്ന് സംസാരിച്ചാൽ നല്ല സ്നേഹത്തോട് വരാനും ഉണ്ട്. നമ്മുടെ എടുത്തുചാട്ടവും സംസാരവുമാണ് പല പ്രശ്നങ്ങൾക്കും കാരണമായി പോകുന്നത്. നമുക്ക് നിസ്സാരമായിട്ട് നമ്മളിപ്പോൾ വിജയിക്കും എന്ന് കരുതി ചെയ്യുന്ന പല പ്രവൃത്തിയിലും പരാജയത്തിൽ പോയി ചാടുവാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. സാമ്പത്തിക കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആദ്യം നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുമോ, നമുക്കതിൻ്റെ വരുമാനമുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യുവാൻ. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം നമുക്കുണ്ടാകും. വീഴ്ച, മുറിവ്, ചതവ് എന്നിവ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ സൗഹൃദങ്ങൾ നിരീക്ഷിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളുടെ ഉത്തരവാദിത്വവും അവരെ ഏൽപ്പിക്കാൻ. പൊതുപ്രവർത്തനങ്ങളിൽ ചതി പറ്റാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും ഈ രാശിയിൽ അല്ലെങ്കിൽ നക്ഷത്രത്തിൽ. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് കൂടെ നിൽക്കുന്നവർ തന്നെ ചതിക്കാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. നിങ്ങളുടെ ഏത് പ്രവൃത്തിയിലും ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുക. ജോലിസ്ഥലത്ത് ചില തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ സാധ്യത, അതായത് ഒരു പകുതിക്ക് ശേഷം തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ സാധ്യത കാണുന്നുണ്ട്. പുരോഗതി ആയിട്ട് പോകുന്ന, അതായത് നല്ല രീതിയിൽ പോകുന്ന ജോലിയിൽ ബുദ്ധിമുട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം കൂടെ നിൽക്കുന്ന ആൾക്കാരെ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എങ്ങനെ ലാഭം കുറഞ്ഞു എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും, ചിലപ്പോൾ നഷ്ടം വരും. എന്നിരുന്നാലും അവസാന ഘട്ടമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുവാനും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനും സാധിക്കും. ആരോഗ്യക്കുറവ് വരുവാൻ സാധ്യത കൂടുതലാണ്. വളരെ ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക. മരുമകൾ അല്ലെങ്കിൽ മരുമകനൊക്കെ വീട്ടിൽ പുതുതായി കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇവരുടെ കടന്നു വരൽ മൂലം കുടുംബത്തിനുള്ളിൽ ഉണ്ടായിരുന്ന സന്തോഷം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അവരുമായിട്ടുള്ള പെരുമാറ്റം, സംസാരം നോക്കി വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. പണത്തിനും ആരോഗ്യത്തിനും ശ്രദ്ധ പുലർത്തുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. സാമ്പത്തിക കാര്യങ്ങളും ആരോഗ്യപരമായ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കൂടുതലും ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക കടബാധ്യതയിൽ പോയി വിടുന്ന ഒരവസ്ഥ ഇതൊക്കെ കാണുന്നുണ്ട്. ശ്രദ്ധാപൂർവം മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ
നമുക്കത് ജീവിതത്തിൽ തന്നെ നല്ല രീതിയിലുള്ളൊരു പരാജയത്തിലോട്ട് പോകുവാനോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം നഷ്ടമായി പോകുവാനോ എല്ലാം സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങൾ കൃത്യമായും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാനെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ധനു രാശിയിൽ ജനിച്ച മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. രാശിയുടെ 4-ാം ഭാവത്തിൻ്റെയും 1-ാം ഭാവത്തിൻ്റെയും അധിപനായ വ്യാഴം 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഈ ഒരു സ്ഥാനം നിൽക്കുമ്പോൾ നമുക്ക് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. എന്നാൽ അതേ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിൽ വ്യാഴത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, വ്യാഴം നിൽക്കുന്ന രാശി ഏതാണെന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ദശാപഹാരം ഏതാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇതിനുള്ള പരിഹാരങ്ങളും കൂടി ചെയ്യുക. എന്നാൽ ഈ പറയുന്ന ഗുണപരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. അങ്ങനെ ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ധനുരാശിയിൽ ജനിച്ച മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം മൂലം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കാണുവാൻ സാധിക്കും. ദാമ്പത്തിക സുഖം അനുഭവിക്കുവാൻ സാധിക്കും. സന്താന ലാഭമുണ്ടാകും. ഗ്രഹസുഖം, നിങ്ങൾ ആഗ്രഹിച്ച വീട് വയ്ക്കുവാൻ സാധിക്കും. ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയം തന്നെയാണ്. കളത്രത്തിലെ വീട്ടുകാർ തമ്മിൽ സന്തോഷത്തോടു കൂടി പോകുവാൻ സാധിക്കും. അവരിൽ നിന്നുള്ള സാമ്പത്തിക സഹായം നമുക്കുണ്ടാകും. വസ്തു, വീട് തുടങ്ങിയവ വാങ്ങുവാൻ ആലോചനയുണ്ടാകുകയും നേട്ടമുണ്ടാകുകയും ചെയ്യും. അകന്നു നിന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും നിങ്ങളെ തേടി നിങ്ങളുടെ അരികിലേക്ക് തന്നെ വരും. പ്രണയത്തിൽ ഏർപ്പെടുവാൻ സാധിക്കുകയും യുവതീ-യുവാക്കൾക്ക് പ്രണയ സാക്ഷാത്കാരം ഉണ്ടാകുകയും ഇത് വിവാഹത്തിലോട്ട് പോവുകയും വിവാഹം നിശ്ചയമുണ്ടാകുകയും ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കുകയും എല്ലാം ചെയ്യുന്ന മനോഹരമായ ഒരു സമയം തന്നെയാണ്. ബിസിനസ് പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായി മെച്ചപ്പെടും. മകളുടെ ഭാവിക്കായി നിക്ഷേപങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. നറുക്കെടുപ്പ് സമ്മാനങ്ങൾ, ചിട്ടി എന്നിവയിൽ നിങ്ങൾക്ക് 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ധനലാഭം ഉണ്ടാകുന്ന രീതിയിലുള്ള അവസ്ഥ വരുവാൻ സാധ്യത കൂടുതലാണ്. യാത്രകൾ ഗുണം ചെയ്യും. ദൈവകാര്യങ്ങൾക്കുള്ള യാത്രയാണ്, തീർത്ഥയാത്രകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. ഈ സംക്രമണം നിങ്ങളുടെ ദാമ്പത്തിക ബന്ധത്തിൽ മധുരം കൊണ്ടുവരുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ പലയിടങ്ങളിലും പ്രശ്നങ്ങളും പരിഭവങ്ങളിലൂടെ പിണങ്ങിക്കഴിയുന്ന ദമ്പതിമാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ വ്യാഴമാറ്റം നിങ്ങൾക്കൊരുപാട് ഗുണം ചെയ്യും. നിങ്ങൾക്ക് സന്തോഷകരമായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നല്ല രീതിയിൽ ജീവിതം നയിക്കുവാനും സാധിക്കുന്ന സമയം തന്നെയാണ്. പരസ്പരം ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാകും. ബിസിനസ്സിൽ നിങ്ങൾക്ക് മികച്ച വിജയം നേടുവാൻ സാധിക്കും. നിങ്ങളുടെ വസ്തു സംബന്ധമായി അല്ലെങ്കിൽ വസ്തു ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അതിൽ ലാഭം വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വീട്ടിലുള്ള അത്യാവശ്യമായ സാധനങ്ങൾ പെട്ടെന്ന് തന്നെ വാങ്ങേണ്ടി വരും. അതായത് നിസ്സാരമായ കാര്യങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ പെട്ടെന്ന് തന്നെ കേടുപാടുകൾ സംഭവിക്കുകയും അത് വാങ്ങുവാൻ വേണ്ടി ചിലവുണ്ടാകുകയും ചെയ്യും. ഒരുപാട് വീടിനത്തേക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒരുപാട് ധനം ചിലവാക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ. യാത്രകളുടെ കാര്യത്തിൽ ഒരു അനുകൂലമായ ഫലം നിങ്ങളെ തേടി വരും. അപ്പോൾ ജോലി സംബന്ധമായിട്ട് യാത്രകൾ ചെയ്യുന്നവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ പണത്തിൻ്റെ നേട്ടമോ ഉയർച്ചയോ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റം കഴിയുമ്പോൾ നഷ്ടത്തിലോട്ട് പോകുവാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് കിട്ടുന്ന ധനം
അനാവശ്യമായി ചിലവാക്കാതെ സൂക്ഷിച്ച് വയ്ക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ വരുന്ന ധനം സൂക്ഷിച്ചു വെച്ചാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള, അതായത് എന്ത് കാര്യത്തിലും തിരഞ്ഞെടുക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും, അതിനുള്ള ശക്തി നിങ്ങൾക്കുണ്ടായിരിക്കും. ആ കാര്യം വിജയത്തിലെത്തുവാൻ സാധിക്കും. വിജയത്തിലെത്തുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഗുണപരമായ നേട്ടങ്ങളും കൈവരിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷം, സമാധാനം, പ്രണയ സാക്ഷാത്കാരം, നല്ലൊരു ദാമ്പത്തിക ജീവിതം ഇതെല്ലാം വന്നു ചേരുന്ന സമയമാണ്. ഈ സമയം മഹാവിഷ്ണു ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അപ്പോഴേക്കും നെഗറ്റീവായ അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ ജാതകം പരിശോധിക്കുക, ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കുക, ഇപ്പോഴത്തെ വ്യാഴം ഏത് രാശിയിൽ നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കുക. അങ്ങനെ എല്ലാം നോക്കി അതിൻ്റെ പരിഹാരം കൂടി ചെയ്തു പോയാൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കും. എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാനെ നാമം ജപിക്കുക എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലോട്ട് പ്രവേശിക്കുകയാണ്. ഈ സമയം നമ്മുടെ മകരം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. വ്യാഴം മകരം രാശിക്കാരുടെ 3-ാം ഭാവത്തിൻ്റെയും 12-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ഈ വ്യാഴം നിൽക്കുന്നത് ഭാവത്തിൻ്റെ 6-ാം ഭാവത്തിൽ. അപ്പോൾ മകരം രാശിക്കാർക്ക് ഒരുപാട് ഗുണപരമായ അനുഭവങ്ങളും അതിനോടൊപ്പം ദോഷപരമായ അനുഭവങ്ങളും ഉണ്ടാവും. ഈ സമയത്ത് ഇവർക്കുണ്ടാകുന്ന ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും ഗുണഫലങ്ങൾ കൂടുതലായി നേടുവാനും നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുകയും ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുകയും അതിനോടൊപ്പം വ്യാഴം ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നറിയുകയെല്ലാം ചെയ്യണം. ജാതകം പരിശോധിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ. മകരം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ അത്ഭുതകരമായ വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിലും ചിലവുകൾ വളരെ കൂടുതലായി കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായി അനുഭവിക്കേണ്ടി വരും. ചെറിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അലക്ഷ്യമായി അതിനെ മാറ്റി വയ്ക്കാതെ കൃത്യമായി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഗുണകരമായി നേട്ടമുണ്ടാകും. എടുത്ത് ചാടി ചെയ്യുന്ന പല പ്രവൃത്തികൾക്കും ദോഷങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായും നിങ്ങൾ മനസ്സർപ്പിച്ച് ഒരു കാര്യത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് പരിചയമില്ലാത്ത മേഖലയിൽ, അതായത് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാകട്ടെ, നിങ്ങൾക്ക് പരിചയമില്ല, അറിവില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലോട്ട് എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. അശ്രദ്ധ കൊണ്ടും പല അബദ്ധങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. വിട്ടുമാറാത്ത രോഗങ്ങൾ ഉള്ള വ്യക്തികൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഈ സമയം രോഗാവസ്ഥ കൂടുതലായി വരുവാൻ സാധ്യതയുണ്ട്. ഗ്രഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഈശ്വര പ്രാർത്ഥന മൂലവും വിട്ടുവീഴ്ചകൾ മൂലവും നിങ്ങൾക്ക് അതിൽ വിജയമുണ്ടാക്കുവാനും സന്തോഷകരമായി ജീവിക്കുവാനും സാധിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് കൂടുതൽ പണം ആവശ്യമായി വരുന്ന സമയമാണ്. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുവാനോ അല്ലെങ്കിൽ അസ്ഥിക്ക് പൊട്ടലേൽക്കുവാനോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റിച്ചിടേണ്ടിയ അവസ്ഥയോ ഇതെല്ലാം വരുവാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക. നേത്ര സംബന്ധമായ അസുഖം, വാദസംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സാഹസ്യ പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് നല്ലതായിരിക്കും. ധനച്ചിലവ്, ആരോഗ്യ പ്രശ്നം ഇവയ്ക്കുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ചിലവ് വളരെ കൂടുതലായി കാണുന്നുണ്ട്. ചിലവ് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. എതിരാളിയിൽ നിന്നും നിങ്ങളെ
നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ തന്ത്രപൂർവ്വം പ്രവർത്തിക്കുക. ഈ സമയത്ത് എതിരാളികൾ നിങ്ങളെ തോൽപ്പിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ അലസത മാറ്റിവെച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അനാവശ്യമായ ചിലവുകൾ വന്നു ചേരുന്ന സമയം, പ്രതീക്ഷയിൽ കൂടുതൽ ധനച്ചെലവ്, അലസത മനോഭാവം, ഇതെല്ലാം മാറ്റിവെച്ചാലേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധ്യതയുള്ളൂ. വിവാഹബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസാരം നിയന്ത്രിക്കുക, നിങ്ങളുടെ പ്രവൃത്തി നിയന്ത്രിക്കുക. ക്ഷമയും അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷകരമായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ജീവിക്കാം, പക്ഷേ സന്തോഷകരമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. വിവാഹം കഴിക്കാതെ അത് ആലോചിച്ചിട്ട് നടക്കാതിരിക്കുന്ന വ്യക്തികൾക്ക് വീണ്ടും കുറച്ച് സമയം എടുക്കാതെ ഈ ഒരു വേടമാറ്റം കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. നിങ്ങളുടെ ബിസിനസ് പോലും നിങ്ങളുടെ തീരുമാനങ്ങൾ, അതായത് ബിസിനസ്സിൽ നിങ്ങളെടുക്കുന്ന പല തീരുമാനങ്ങളും നഷ്ടത്തിൽ പോകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്താൽ നല്ല മികവോടുകൂടി ബിസിനസ് നടക്കുകയും തൊഴിൽ രംഗത്ത് നേട്ടമുണ്ടാക്കുകയും ചെയ്യും. ഈ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കി വേടത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കി പരിഹാരം ചെയ്താൽ നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴത്തെ പരിഹാരത്തിനായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് വഴിപാടുകൾ അർപ്പിക്കുക, ഭഗവാന്റെ സഹസ്രനാമമെല്ലാം ജപിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലോട്ട് പ്രവേശിക്കുമ്പോൾ കുംഭം രാശിയിൽ ജനിച്ചവർക്ക്, കുംഭം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം, ചതയം, പുരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കുംഭം രാശിയുടെ 11-ാം ഭാവത്തിൻ്റെയും 2-ാം ഭാവത്തിൻ്റെയും അധിപനായ വ്യാഴം 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഈ നിൽക്കുന്ന സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല, ദോഷങ്ങളാണ് കൂടുതൽ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക, ദശാപഹാരം മനസ്സിലാക്കുക. കൂടാതെ ഇപ്പോഴത്തെ വ്യാഴത്തിൻ്റെ ഇപ്പോഴത്തെ വ്യാഴം നിൽക്കുന്ന അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരാത്തത് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം നീചത്തിലോ അല്ലെങ്കിൽ ബലമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായിരിക്കും. അതെല്ലാം പരിശോധിച്ച് അതിൻ്റേതായ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴം രാശി മാറുമ്പോൾ കുംഭം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം, ചതയം, പുരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ കഷ്ടതകൾ മാറി നന്മകൾ വർദ്ധിച്ചു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും വ്യാഴമാറ്റം. സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കും. കലാകായിക മത്സരങ്ങളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. ഉപരിപഠനം പൂർത്തീകരിച്ച് നല്ല ഉദ്യോഗം ലഭിക്കുകയും സന്താന ലാഭം ഉണ്ടാകുകയും വിദേശ യാത്രകൾ നേട്ടമുണ്ടാകുകയും വിദേശത്ത് വിദ്യാഭ്യാസം ചെയ്യുവാൻ സാധിക്കുകയും എല്ലാം പറ്റുന്ന മനോഹരമായൊരു കാലഘട്ടമാണ്. മകളുടെ വിവാഹം എന്നീ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നടക്കുന്നില്ല എന്ന് കരുതി വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത് മാറാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സഹായം ചെയ്യുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും ഉണ്ടാക്കും. പ്രതിഫലം ഇച്ഛിക്കാതെ നിങ്ങൾ സഹായിക്കുന്ന ആ ഒരു സഹായങ്ങൾ പലരിൽ നിന്നും നിങ്ങൾക്ക് പല സാഹചര്യങ്ങൾ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങൾ ഒരുപാട് സഹായിക്കുകയും അവരുടെ അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യും. ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നൊരു സമയം തന്നെയാണ്. നിങ്ങളുടെ വരുമാനത്തിൽ കാര്യമായ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി മാറുകയും പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുവാനും, എന്നാൽ പ്രവേശിക്കുന്ന ജോലിയിൽ നേട്ടമുണ്ടാകുകയും വരുമാനമുണ്ടാകുവാനും സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാനും കഴിയും. നിങ്ങളുടെ ഒരു വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നുള്ള സഹായം അല്ലെങ്കിൽ പിന്തുണ നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ മുടക്കുവാനും അതുപോലെ ലാഭമുണ്ടാക്കുവാനും സാധിക്കും. നിങ്ങളുടെ കുട്ടികളുടെ പഠനം മികവറ്റതും സന്തോഷകരമാകുന്നതും രീതിയിൽ മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉന്നത വിജയവും നേട്ടങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന സമയമായിരിക്കും. നിങ്ങൾ സാമ്പത്തികം നേടണം അല്ലെങ്കിൽ പണം സേവ് ചെയ്യണം എന്ന് കരുതി ഇറങ്ങിക്കഴിഞ്ഞാൽ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പ്രശ്നമുണ്ടായാലും നിങ്ങൾക്ക് അവിടെ വിജയിക്കുവാൻ സാധിക്കും. കുട്ടികൾക്ക് ഇതുപോലെ തന്നെയാണ്. നിങ്ങളൊരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ വിജയിക്കുമെന്ന് കരുതിയാൽ വിജയിക്കും. പരീക്ഷയിൽ ഇത്ര മാർക്ക് ഞാൻ വാങ്ങുമെന്ന് വിചാരിച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ 100% വിജയമുറക്ക് കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മെച്ചപ്പെട്ടു, അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് മാറുകയും പുരോഗതിയിലെത്തുകയും ചെയ്യും. തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് കൂടുതൽ കൂടിക്കൂടി വരും. അതായത് ഒരു കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാതെ വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും നേട്ടങ്ങളുണ്ടാകുകയും ചെയ്യുന്നൊരു സമയം തന്നെയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ജാതകമൊന്ന് പരിശോധിക്കുക, ദശാപകാരം മനസ്സിലാക്കി വ്യാഴത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കി പരിഹാരം ചെയ്താൽ മാത്രമേ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നേട്ടങ്ങളുണ്ടാകുവാൻ വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, സഹസ്രനാമം ജപിക്കുക, വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മീനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ ഈ രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം അതേ രാശിയുടെയും തുടർന്ന് 10-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ആ ഗ്രഹം നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ നേട്ടങ്ങൾ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക, ദശാപകാരം മനസ്സിലാക്കുക, വ്യാഴത്തിൻ്റെ വ്യാഴം ജാതകത്തിൽ നിൽക്കുന്ന സ്ഥിതി ഏതാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. വ്യാഴമാറ്റം 2025 മീനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് അശ്രദ്ധ ഉണ്ടാകുകയും അത് മുഖാന്തരം ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. അശ്രദ്ധയെല്ലാം മാറ്റിവെച്ച് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും ചെയ്യുക. മറ്റുള്ളവരോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എല്ലാം പറയാതിരിക്കുന്നത് നല്ലതാണ്. രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കുക. നിങ്ങൾ സുഹൃത്തെന്ന് പറഞ്ഞ് നിങ്ങളുടെ രഹസ്യങ്ങൾ പറയുന്ന വ്യക്തി നാളെ നിങ്ങളുടെ ശത്രുവാകാൻ സാധ്യതയുണ്ട്. അത് പുറത്തുള്ള ആളായാലും ശരി, വീട്ടിനുള്ളിലെ ആളായാലും ശരി, ആരായാലും രഹസ്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. തൊഴിൽപരമായി ധനപരമായി നേട്ടങ്ങളുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. ആത്മവിശ്വാസത്തോടും ആത്മാർപ്പണത്തോടും കൂടി നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തിക്കും നേട്ടങ്ങളുണ്ടാകും. യാത്രകൾ കുറയുന്ന സമയമാണ്. ഉപഹാരം ചെയ്തും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ, അതായത് ഒരു കാര്യം നേടാൻ വേണ്ടി നിങ്ങൾ ഒരാളെ സഹായിക്കുകയും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് അതിൽ നിന്നുള്ള പരാജയമേ ഉണ്ടാകുകയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കും എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാലഘട്ടത്തിൽ അയാൾ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി അയാളെ സഹായിക്കാൻ പോയാൽ അയാളിൽ നിന്നും ഒന്നും ലഭിക്കുവാൻ പോകുന്നില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും ചെയ്യുക. അന്ധമായ വിശ്വാസം, നിങ്ങളൊരാളെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ആ ഒരു നിങ്ങളെ കൂടെ ഉണ്ടാകും എന്ന് കരുതി നിങ്ങൾ അവർക്കൊരു ഇമ്പോർട്ടൻ്റ് കൊടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുണ്ടെങ്കിൽ വഴിയിൽ ഉപേക്ഷിക്കുവാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ കൂട്ടുകാരാകാം, കാമുകിയാകാം,
ഭാര്യ ഭർത്താക്കന്മാരാകാം, മക്കളാകാം, ആരുമാകാം. നമ്മൾ ആരെയും വിശ്വസിക്കാതിരിക്കുക, അവർക്ക് ഓവറായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക, നിങ്ങളുടെ രഹസ്യങ്ങൾ പറയാതിരിക്കുക, സാമ്പത്തിക ഇടപാടുകൾ അവരെ ഏൽപ്പിക്കാതിരിക്കുക, അങ്ങനെയുള്ള ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. ദൈവകാര്യങ്ങളിൽ താല്പര്യം കൂടുകയും പുണ്യസ്ഥലങ്ങൾ ദർശിക്കുകയും ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഈ സമയം അവർക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ചെറിയ കാര്യത്തിൽ പോലും ദേഷ്യപ്പെടുക, അതായത് അവരെ ഇൻസൾട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. വളരെ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ജീവിതത്തിൽ ദോഷങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പൂർണ്ണ ഏകാഗ്രത അർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിലും ദോഷങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ചെറിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യങ്ങളോ അല്ലെങ്കിൽ നറുക്കെടുപ്പ് ഭാഗ്യങ്ങളോ വരുവാൻ സാധ്യതയുണ്ട്. ധനം വളരെ കൃത്യമായി സൂക്ഷിക്കുക. നിങ്ങളുടെ ആയുർ ഭാവത്തിൽ അതൊരുപാട് ഉയർച്ചയുണ്ട്. അതായത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എങ്കിലും എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക. പ്രണയബന്ധങ്ങൾ ശുഭകരമായി മുന്നോട്ട് പോകുക. അതായത് എന്തെങ്കിലും അഭിപ്രായത്തെ പിരിഞ്ഞിരുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മാറുവാനുള്ള സാധ്യതയുണ്ട്. ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നൊരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വഷളാക്കാതെ അതിനെ വലുതാക്കി ബഹളമുണ്ടാക്കി അവിടെ പ്രശ്നം കൂട്ടാതെ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ സംസാരം മൂലം ഇരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുകയും കൂടുകയും ചെയ്യുന്നത്. നിങ്ങളുടെ ജോലിയിൽ കഠിനാധ്വാനം ചെയ്യുക. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ധനപരമായ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുള്ളൂ. ചിലവുകൾ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. വിദേശ യാത്രകൾ ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾ മടിപിടിച്ച് മാറി നിൽക്കാതെ ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയാൽ പലതരത്തിലുള്ള ധനലാഭങ്ങളും നേട്ടങ്ങളും ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് നേട്ടങ്ങൾ ഈ പരിഹാരം ചെയ്തിട്ട്, അതായത് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന് പുഷ്പാഞ്ജലി അർപ്പിക്കുക, ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാപഹാരവും അതിനുള്ള വ്യാഴത്തിൻ്റെ ഭാവവും എല്ലാം പരിശോധിച്ച് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ധനവരവ് നിങ്ങളുടെ ജീവിതത്തിൽ വരികയും ചെയ്യും.